ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. മനുവാണ്. ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഷീറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ അതിനുപയോഗിക്കുന്ന സെൽഫ് സ്ക്രൂ ഇല്ലേ, അതിനെ എങ്ങനെ ഡ്രിൽ ചെയ്യുമ്പോൾ അതിന് ചെറിയ ചെറിയ അപാകതകൾ ഉണ്ടാവാറുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കാറുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതെല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ സെൽഫ് സ്ക്രൂ ഡ്രിൽ ചെയ്യുമ്പോൾ അതിൽ വരുന്ന പൈപ്പിൻ്റെ ആ ത്രെഡ് ചെയ്ത ഭാഗങ്ങൾ പുറത്തേക്ക് വരാറുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ ഞങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ റബ്ബർ വാഷറിന് ഡാമേജ് വരാറുണ്ട്. അപ്പോൾ ഡാമേജ് വരുമ്പോൾ എന്താവും, ആ മെറ്റൽ പീസ് അവിടെ തന്നെ നിലനിർത്തിയാൽ ആ മെറ്റൽ പീസ് ഒരു 1-2 വർഷം കഴിയുമ്പോൾ തുരുമ്പെടുത്ത് പോവുകയും ആ റബ്ബർ വാഷറിൻ്റെ ആ ഒരു ക്രാക്ക് ഭാഗങ്ങൾ അവിടെ നിലനിൽക്കുകയും അതുവഴി ഈ സെൽഫ് സ്ക്രൂവിൻ്റെ ത്രെഡ് വഴി നേരെ പൈപ്പിലേക്ക് വെള്ളം ഇറങ്ങാനും ചാൻസ് കൂടുതലാണ്. ഞങ്ങൾ എല്ലാവരും ഒരു വലിയ ഷീറ്റ് ഇട്ടാൽ ഏകദേശം ഒരു 1000-1500 ബോൾട്ടൊക്കെ അടിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒരു 90% സ്ക്രൂവിന് ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കാറുണ്ടോ എന്നറിയില്ല. നമ്മളിതുപോലെ ഈ സെൽഫ് സ്ക്രൂ ഡ്രിൽ ചെയ്ത് അതിന് വരുന്ന ത്രെഡ് ഭാഗങ്ങൾ, അതിന് വരുന്ന ആ പൈപ്പിൻ്റെ കച്ചറ ഭാഗങ്ങളെല്ലാം പുറത്തേക്ക് എടുത്ത് അത് ഒന്നുകൂടി ക്ലീൻ ചെയ്ത് ആ റബ്ബർ വാഷിന് ഡാമേജ് ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ഡ്രിൽ ചെയ്യുന്നത്. തുടർന്നും എല്ലാവരും വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.